ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഷോപ്പിങ്ങിന് പോകാം കേട്ടോ. നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ളൊരു ചെറിയ മാളിലേക്കാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. ഏതാണ് മോളെന്നൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനങ്ങനെ പാലം കയറാൻ പോവുകയാണ്. മഴ വീണ് അത്യാവശ്യം തെന്നിക്കിടക്കുന്ന പാലമാണ്. എൻ്റെ ഷോ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നല്ല അടിപൊളിയായിട്ട് എനിക്ക് പാലം കയറാൻ അറിയാം. എത്രയോ വട്ടം ഞാൻ ഈ പാലത്തിൽ നിന്ന് വീണിട്ടുണ്ടെന്നറിയാമോ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഞാൻ വെള്ളത്തിലാണ്. പക്ഷെ അതിന് യാതൊരുവിധ അഹങ്കാരവും എനിക്കില്ല കേട്ടോ. ആ പോക്ക് തന്നെ കണ്ടാൽ അറിയാമല്ലോ എനിക്ക് എന്തോരം ധൈര്യമുണ്ടെന്ന്. ഏട്ടൻ അവിടെ ഇരുന്ന് വേറെ എന്തൊക്കെയോ വീഡിയോസാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഏട്ടൻ പെട്ടെന്ന് പാലം കയറി ഇക്കരെ വന്നു. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ 2 വീലറിലാണ് കേട്ടോ പോണത്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കഷ്ടിയില്ല മാളിലേക്ക്. ഇത് നമ്മുടെ ഫ്രണ്ടിലുള്ള റോഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. വണ്ടി നമ്മൾ ഇക്കരെയായിരുന്നു വെച്ചിരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത്. മഴക്കാറൊക്കെ മൂടി നല്ല രസമുണ്ടായിരുന്നു. മഴ പെയ്യും പെയ്യില്ല എന്നുള്ള മട്ടിലാണ്. എങ്ങാനും മഴ പെയ്താൽ കയറി നിൽക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല പോകുന്ന വഴിക്ക്. ഇവിടെയൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. എങ്ങാനും മഴ പെയ്യുമോ എന്നുള്ളൊരു പേടി ഇല്ലാതില്ല. ഇത് നമ്മുടെ കളർകോട് അമ്പലമാണ് കേട്ടോ. നമ്മളിവിടെ വന്ന് തൊഴാറുണ്ട്. അങ്ങനെ നമ്മൾ റിലയൻസ് മോൾ എത്തി. ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷത്തോളം ആയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടുന്ന് തന്നെയാണ് വാങ്ങുന്നത്. അങ്ങനെ മോളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോയുടെ കാര്യം നമ്മൾ ഓർക്കുന്നത് തന്നെ. അന്നേരം പിന്നെ വീഡിയോ എടുത്ത് കളഞ്ഞേക്കാമെന്ന് കരുതി. കുറച്ചും കൂടി സാധനങ്ങൾ നമുക്ക് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു ചെറുക്കൻ ഇവളെന്തായി കാണിക്കുന്നത് എന്നുള്ള മട്ടിൽ തന്നെ നോക്കുന്നത്. ബിസ്ക്കറ്റ്സിനൊക്കെ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഏട്ടനെല്ലാം വാരി എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ സമ്മതിച്ചില്ല, കാരണം ഒരുപാട് തിന്നുന്നത് അത്ര നല്ലതല്ലല്ലോ. പേഴ്സണലി എനിക്കിഷ്ടമാണ് ബിസ്ക്കറ്റ്സ്, പക്ഷെ ഞാൻ ഒത്തിരി എടുപ്പിച്ചില്ല. വെറുതെ എന്തിനാണ് കൊള്ള വരുത്തി വെക്കുന്നതെന്ന് ഓർത്തിട്ടാണ്. പിന്നെ ടോയ്സിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ. ടെഡി ബിയർസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ടെഡി ബിയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടൻ എടുപ്പിച്ചില്ല. അങ്ങനെ നമ്മൾ പ്ലേറ്റ്സിൻ്റെ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ വിചാരിച്ച് എൻ്റെ കണ്ണടിച്ച് പോയെന്ന്, പക്ഷേ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമല്ല, അവിടുത്തെ ലൈറ്റിൻ്റെ പ്രശ്നമായിരുന്നു. ഇവിടെയൊക്കെ കണ്ടോ, ബിസ്ക്കറ്റാണ് മുഴുവനും. കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു ഗൈസ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, വേഗം നമ്മൾ ബില്ലടിച്ചിറങ്ങി അവിടെ നിന്ന്, ഇല്ലെങ്കിൽ ഏട്ടന് പണിയാവും എന്നോർത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഏട്ടൻ ആ ചേച്ചീനെ എന്തൊക്കെ പറയുന്നുണ്ട്, കാരണം ഇതെങ്ങാനും പോയി പുള്ളിക്കാരുടെ മേത്തോട്ട് വീഴുമെന്നുള്ള പേടിയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി. അറിയാമല്ലോ, ഫുഡ് നമുക്ക് മസ്റ്റാണ്. അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങി. അൽഫാമും ചായയും കോമ്പിനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈ തണുപ്പത്ത് ചായയും അൽഫാമും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കോമ്പിനേഷനായിട്ട് തോന്നി. ചൂടുകാലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ മനസ്സിന് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു ഷോപ്പാണ്. അങ്ങനെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി കയറിയതാണ്. പച്ചക്കറി അത്ര വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു. മഴയായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. തണുത്ത് അവിഞ്ഞ് ഒരുമാതിരി കുറച്ചേ വാങ്ങിയുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിൽ വന്നു. ഒരുവിധം സമയമായിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഇനിയും വെക്കണം. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.